ഇത് ഫോർത്ത് ചാപ്റ്ററിന്റെ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്ലാനിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. ഇതുകൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കെങ്കിലും ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടെൽ യു അബൌട്ട് വാട്ട് ഈസ് ടു ബി ഡൺ ആർ. ആർക്കെങ്കിലും ആൻസർ അറിയാവോ? സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടെൽ യു അബൌട്ട് വാട്ട് ഈസ് ടു ബി ഡൺ. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിൽ തന്നെ സൂം ചെയ്യാൻ പറ്റും. ജസ്റ്റ് സാധാരണ ഒരു ഫോട്ടോ ഒക്കെ സൂം ചെയ്യുന്നത് പോലെ ചുമ്മാ സൂം ചെയ്യാൻ പറ്റുമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ടെൽ യു അബൌട്ട് വാട്ട് ഈസ് ടു ബി ഡൺ ആർ. ആൻസർ ആർക്കെങ്കിലും അറിയാവോ? അതിന്റെ ആൻസർ റൂൾസ് ആണ്. റൂൾസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അതാണ് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടെൽ യു അബൌട്ട് വാട്ട് ഷുഡ് ബി ഡൺ ആൻഡ് വാട്ട് നോട്ട് ടു ബി ഡൺ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗൈഡ് ലൈൻസ് ആണ് റൂൾസ് നമ്മൾ പഠിച്ചു. അപ്പം സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടെൽ യു അബൌട്ട് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് നോട്ട് ടു ബി ഡൺ, ഇത് റൂൾസ് ആണ് അതിന്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ റൂൾസ് ആണ്. സെക്കൻഡ്, what are the steps the management need to take in the process of planning? ഇതിന് എന്തായിരിക്കും ആൻസർ എഴുതേണ്ടത്? What are the steps the management need to take in the process of planning? എന്തായിരിക്കും ഇതിൽ സ്റ്റെപ്സ് എഴുതേണ്ടത്? പ്ലാനിംഗ് പ്രോസസ് ആണല്ലേ ചോദിക്കുന്നത്. What are the steps the management need to take in the process of planning? ഒരു പ്ലാനിങ്ങിന്റെ പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു മാനേജ്മെന്റ് എടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പം അതിൽ എഴുതേണ്ടത് പ്ലാനിംഗ് പ്രോസസ് ആണ്. പ്രോസസ് ഓഫ് പ്ലാനിങ് എന്താണെന്ന് എഴുതാനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് അഥവാ പ്രോസസ് ഇൻ പ്ലാനിങ്, അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ അതിൽ 7 സ്റ്റെപ്സ് ഉണ്ട്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ്, identifying alternative courses of action, evaluating alternative courses of action, selecting the best possible alternative, implementing the plan, follow up action. ഈ 7 പോയിന്റ് ആണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ വെച്ചാൽ മതി, എഴുതി എടുക്കണമെന്നില്ല. തേർഡ് ക്വസ്റ്റ്യൻ, even though planning is important in business, it suffers some limitations also. Explain any 3 limitations of planning. അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിസിനസ്സിൽ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും അതിന് കുറെ ലിമിറ്റേഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എഴുതേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരുന്നു ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ഒരു 6 എണ്ണം. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും 3 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും 3 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എഴുതിയാൽ ഇതിൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ പ്ലാനിങ് ലീഡ് ടു റിജിഡിറ്റി, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി, പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്, പ്ലാനിങ് ഇസ് ടൈം കൺസ്യൂമിങ്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മാർക്ക് കിട്ടും. അപ്പൊ അതാണ് തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും അതിന് കുറെ ന്യൂനതകൾ അഥവാ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, the basic material upon which plans are drawn is known as. The basic material upon which plans are drawn are known as. പ്ലാൻസ് രൂപീകരിക്കുന്ന ബേസിക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻസ് രൂപീകരിക്കുന്നത്? ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻസ് രൂപീകരിക്കുന്നത്? ഓരോ പ്ലാൻസും ഡെവലപ്പ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കുറെ അസംഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? അപ്പം കുറെ അസംഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്ലാൻസ് രൂപീകരിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ അസംഷൻസ് എന്നാണ്, എന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ. അപ്പം ദ ബേസിക് മെറ്റീരിയൽ അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ഡ്രോൺ ഇസ് നോൺ ആസ് അസംഷൻ അഥവാ സങ്കല്പങ്ങൾ.
അപ്പം സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്ലാൻസ് രൂപീകരിക്കുന്നത്. അതിന്റെ ആൻസർ സങ്കല്പങ്ങൾ, അസംഷൻസ് എന്നാണ് പറയുക. അതിന്റെ ആൻസർ പ്ലാനിങ് പ്രൊമൈസസ് എന്നും വരാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചിട്ട് പറയാം. എന്താണേലും അസംഷൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. ദ ബേസിക് മെറ്റീരിയൽ അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ഡ്രോൺ ഇസ് നോൺ ആസ് അസംഷൻസ് എന്നും നിങ്ങൾ ഇപ്പൊ എഴുതിയാൽ മതി, അഥവാ സങ്കല്പങ്ങൾ. Fifth question, find the odd one from the following. Find the odd one from the following. ഇതിൽ ഏതാണ് odd one? Ruler, policy, procedure, objective. ആർക്കെങ്കിലും പറയാവോ? ഒബ്ജക്റ്റീവ്സ്. ജിഷ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് ആണ് ഇതിൽ odd one. എന്തുകൊണ്ടാണ് ജിഷ അത് ഒബ്ജക്റ്റീവ് ആയ odd one? ഓക്കെ, കാരണം എന്താണ്? നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് ആണ് ഇതിൽ odd one. കാരണം എന്താണ്? ബാക്കിയെല്ലാം സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ? റൂൾസും പോളിസി പ്രൊസീജിയറും റൂൾസും പോളിസി പ്രൊസീജിയേഴ്സും സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആണ്. ഒബ്ജക്റ്റീവ്സ് രണ്ടുമായിട്ട് യൂസ് ചെയ്യാം. സ്റ്റാൻഡിംഗ് പ്ലാൻസുമായിട്ട് യൂസ് ചെയ്യാം, സിംഗിൾ യൂസ് പ്ലാൻസുമായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ ഒബ്ജക്റ്റീവ് ആണ്. ഫിഫ്ത്ത് വണ്ണിന്റെ ആൻസർ ഒബ്ജക്റ്റീവ് ആണ്. Sixth question, one of the following is not a feature of planning. Spot it. ഇതിൽ ഒരെണ്ണം പ്ലാനിങ്ങിന്റെ ഫീച്ചർ അല്ല. അതിൽ ഏതാണ് പ്ലാനിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തത്? ഒന്നാമത്തെ പെർവസീവ്നെസ്, രണ്ടാമത്തെ മെന്റൽ റെവല്യൂഷൻ, മൂന്നാമത്തത് കണ്ടിന്യൂസ് പ്രോസസ്, നാലാമത്തത് ഫ്ലെക്സിബിലിറ്റി. ഇതിൽ ഒരെണ്ണം പ്ലാനിങ്ങിന്റെ ഫീച്ചർ അല്ല. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിൽ ഏതാണ് പ്ലാനിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തത്. പ്ലാനിങ്ങിന്റെ ഒരു ഫീച്ചർ ആണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലാനിങ് ഇസ് എ മെന്റൽ എക്സസൈസ് എന്ന് പറയുന്നില്ലേ? പ്ലാനിങ് ഇസ് എ മെന്റൽ എക്സസൈസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്ലാനിങ്ങിന്റെ ഫീച്ചർ ആണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സെനറ്റ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഫ്ലെക്സിബിലിറ്റി ആണ് പ്ലാനിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തത്. പ്ലാനിങ് ലീഡ്സ് ടു ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ് ഇൻഫ്ലെക്സിബിൾ ആണ്, റിജിഡ് ആണ് എന്ന് നമ്മൾ ലിമിറ്റേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ലിമിറ്റേഷൻസ് ആയിട്ട്. അപ്പം അതാണ് അതിന്റെ ആൻസർ. പ്ലാനിങ് ഫ്ലെക്സിബിൾ അല്ല, അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ആണ് അതിൽ നോട്ട് ദ ഫീച്ചർ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തത് ഫ്ലെക്സിബിലിറ്റി ആണ്. സിക്സ്ത് വണ്ണിന്റെ ആൻസർ ഡി, ഫ്ലെക്സിബിലിറ്റി ആണ്. സെവൻത് വൺ, the board of directors of National Aluminium Company Limited decided to implement the following plans in their production department during the year 2004. First one, increase the production by 10% in the year 2004. Second, only ITI certificate holders should be appointed. Third one, all employees should punch at the factory gate at 8 a.m. D, newly selected employees should be given 1 month training. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ. ഇതാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, ക്ലാസിഫൈ ദ പ്ലാൻസ് അഡോപ്റ്റഡ് ബൈ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്. ഇതിൽ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു പ്ലാൻ 2014 വർഷത്തിലേക്ക് കുറച്ച് പ്ലാൻസ് അവര് ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അവര് ബിസിനസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻസ്, ബിസിനസ്സിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻസ് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്ലാൻ ആണ് ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ബൈ 10% ഇൻ ദ ഇയർ 2004. പ്രൊഡക്ഷൻ 10%, 2014 പ്രൊഡക്ഷൻ 10% കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചു. രണ്ടാമത്തത്, only ITI സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഷുഡ് ബി അപ്പോയിന്റഡ്. ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെ മാത്രമേ കമ്പനിയിൽ എംപ്ലോയീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുള്ളൂ എന്ന് കമ്പനി ഡിസൈഡ് ചെയ്തു. മൂന്നാമത്തേതാണ്, ഓൾ എംപ്ലോയീസ് ഷുഡ് പഞ്ച് അറ്റ് ദ ഫാക്ടറി ഗേറ്റ് അറ്റ് 8 AM. എല്ലാ എംപ്ലോയീസും 8 AM എന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് ഫാക്ടറി ഗേറ്റിൽ വന്നിരിക്കണം. എന്ന് വെച്ചാൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം, വന്ന് പഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ വന്ന് നിങ്ങളിങ്ങനെ വരണം എന്നുള്ളതേ അതിന്റെ മീനിങ് ഉള്ളൂ. ഫാക്ടറി ഗേറ്റിൽ വന്നിട്ടുണ്ടാവണം. ഡി, നാലാമത്തേതിൽ പറയുക, ന്യൂലി സെലക്ടഡ് എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ 1 month ട്രെയിനിങ്. പുതിയതായിട്ട് സെലക്ട് ചെയ്ത എംപ്ലോയീസിന് 1 മാസം ട്രെയിനിങ് കൊടുക്കണം. ഇത് നാലുമാണ് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടിയെടുത്ത പ്ലാൻസ്. ഈ വർഷത്തേക്ക് അവർ എടുത്ത പ്ലാൻസ് ഇത് 4 എണ്ണമാണ്.
നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ക്ലാസിഫൈ ദ പ്ലാൻസ് അഡോപ്റ്റഡ് ബൈ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്. ഇതൊക്കെ ഏത് രീതിയിലുള്ള പ്ലാൻസ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഈ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ബൈ 10% ഇൻ ദ ഇയർ 2014 എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ 10% ഇൻക്രീസ് ചെയ്യുക എന്നുള്ള പ്ലാൻ എന്ത് രീതിയിലുള്ള പ്ലാൻ ആണ്? നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു കുറച്ച് ടൈപ്സ് ഓഫ് പ്ലാൻസ്, ലൈക്ക് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസി, പ്രൊസീജിയർ, റൂൾസ്, അങ്ങനെ എല്ലാം പഠിച്ചിരുന്നു. അതിൽ ഏത് ടൈപ്പ് പ്ലാൻ ആണെന്ന് ഇതറിയാവോ? ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ബൈ 10% ഇൻ ദ ഇയർ 2014. ആർക്കെങ്കിലും അറിയാവോ? അതൊരു ഒബ്ജക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ലക്ഷ്യമാണ് increase the production by 10% in the year 2014. അപ്പം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലക്ഷ്യമാണ് ഈ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം. നമ്മൾ പഠിച്ചു, നമ്മൾ ഇതിനെ ഒബ്ജക്റ്റീവ് പഠിച്ചു ഇൻക്രീസ് സെയിൽസ് ബൈ 10%, ഇൻക്രീസ് പ്രോഫിറ്റ് ബൈ 20%. ഇതെല്ലാം ലക്ഷ്യമാണ്, എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു കമ്പനിയുടെ. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ബൈ 10% ഇൻ ദ ഇയർ 2014 എന്ന് ചോദിച്ചാൽ അതൊരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പം അതിന്റെ ഫസ്റ്റ് ക്ലാസിഫൈ ദ പ്ലാൻസ് അഡോപ്റ്റഡ് ബൈ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ആണ്. സെക്കൻഡ് ബി എന്താണെന്ന് നോക്കാം. only ITI certificate holders should be appointed. ITI സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ അപ്പോയിന്റ് ചെയ്യുള്ളൂ. അതെന്താണ്? യെസ്, പോളിസിയാണത്. അത് കമ്പനിയുടെ പോളിസിയാണ്. നമ്മൾ പഠിച്ചു പ്രൊമോഷൻ മെറിറ്റിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന്. അപ്പം ആ കമ്പനിയുടെ പോളിസി ഇതായിരുന്നു, പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ മെറിറ്റിൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പം ഇതിൽ പറയുക ITI സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ അപ്പോയിന്റ് ചെയ്യുള്ളൂ. അത് ആ കമ്പനിയുടെ പോളിസിയാണ്. അപ്പം ബിയുടെ ആൻസർ പോളിസിയാണ്. സി, ഓൾ എംപ്ലോയീസ് ഷുഡ് പഞ്ച് അറ്റ് ഫാക്ടറി ഗേറ്റ് അറ്റ് 8 AM. രാവിലെ 8 മണിക്ക് എല്ലാ എംപ്ലോയീസും ഫാക്ടറി ഗേറ്റിൽ പഞ്ച് ചെയ്യണം. അതെന്താണ്? കറക്റ്റ് ആണ്, റൂളാണ്. അതൊരു റൂളാണ്. ഫാക്ടറി ഗേറ്റിൽ എല്ലാവരും 8 മണിക്ക് പഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് ഒരു റൂളാണ്. നമ്മൾ പഠിച്ചു ഓഫീസിൽ എല്ലാവരും 10 വരണം, അഥവാ സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്, യൂണിഫോം എല്ലാവരും ഇടണം. ഇതൊക്കെ റൂൾസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് റൂളാണ് അതിന്റെ ആൻസർ. സിയുടെ ആൻസർ റൂളാണ്. ഡിയുടെ ആൻസർ ന്യൂലി സെലക്ടഡ് എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ 1 month ട്രെയിനിങ്. പുതിയതായി സെലക്ട് ചെയ്ത എംപ്ലോയീസിന് 1 month ട്രെയിനിങ് കൊടുക്കണം. അതെന്താണ്? യെസ്, പ്രോഗ്രാം ആണ്. അതൊരു പ്രോഗ്രാം ആണ്. പുതിയതായിട്ട് സെലക്ട് ചെയ്ത എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു പ്രോഗ്രാം ആണ്. ഈ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ഷോപ്പിംഗ് മാളോ അഥവാ ഒരു ബിസിനസ്സിൽ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിനോ അഥവാ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതിനോ പുതിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ ഒരു ആനുവൽ ഡേ പ്രോഗ്രാം സ്കൂളിൽ നടത്തുന്നതിനോ ഇതിനെല്ലാം വേണ്ടത് ഒരു പ്രോഗ്രാം ആണ്. അപ്പം ന്യൂലി സെലക്ടഡ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു പ്രോഗ്രാം ആണ്. ആ കമ്പനിയിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്. പുതിയതായിട്ട് സെലക്ട് ചെയ്ത എംപ്ലോയീസിന് 1 മാസം ഒരു ട്രെയിനിങ് നടത്തുന്നത്, അതൊരു പ്രോഗ്രാം ആണ്. അപ്പം ആദ്യത്തേത് എയുടെ ആൻസർ ഒബ്ജക്റ്റീവ്, ബി പോളിസി, സി റൂള്, ഡി പ്രോഗ്രാം. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എസ്റ്റാബ്ലിഷ് ദ റീസൺ ഫോർ സച്ച് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷന്റെ റീസൺ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേച്ചാൽ മതി. ഈ ഒബ്ജക്റ്റീവ് എന്താണ്, പോളിസി എന്താണ്, റൂൾ എന്താണ്, പ്രോഗ്രാം എന്താണ്, അതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തേച്ചാൽ മതി. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു സെന്റൻസിൽ എഴുതിയാൽ മതി. അങ്ങനെ റൂൾ എന്താണ്, പോളിസി എന്താണ്, അങ്ങനെ ഓരോന്നിനും ഓരോ സെന്റൻസിൽ ഓരോന്നും എഴുതിയാൽ മതി. അതാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ 7th വൺ ക്ലിയർ ആയെന്ന് തോന്നുന്നു. 8th വൺ സ്റ്റേറ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, അത് തന്നെ 6 ലിമിറ്റേഷൻസ് ഉണ്ട് പ്ലാനിങ്. പ്ലാനിങ് ഫ്ലെക്സിബിലിറ്റി ഇല്ല, റിജിഡ് ആണ്, കോസ്റ്റ് കൂടുതൽ ഇൻവോൾവ്ഡ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, ക്രിയേറ്റിവിറ്റി കുറയ്ക്കും, അതൊരു സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസിൽ വരുന്നത്. അപ്പം അത് എഴുതി അതിന് ആൻസർ കിട്ടും. അടുത്തത് സ്പോട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഓർഡർ, സർക്കുലർ, മെമ്മോ, റിപ്പോർട്ട്. ഈ 4 എണ്ണത്തില് ഏതാണ് ഓഡ് വൺ എന്നാ ചോദിച്ചേക്കുന്നത്. ഇതിൽ ഒരെണ്ണം ബാക്കി 3ആയിട്ട് ബന്ധമില്ലാത്തതാണ്. അതിൽ ഏതാണ് ആ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ, സർക്കുലർ, മെമ്മോ, റിപ്പോർട്ട്.
ആൻസർ അറിയാവോ? ഓർഡർ, സർക്കുലർ, മെമ്മോ, റിപ്പോർട്ടിൽ ഓഡ് വൺ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടതല്ല. നമ്മൾ പഠിച്ചു ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പം മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഓർഡർ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണെന്ന്. അപ്പോൾ ഓർഡർ മാത്രമേ ഇതിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ആണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവിധ രീതികളാണ്. സർക്കുലർ കൊടുക്കുന്നതും മെമ്മോയും റിപ്പോർട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവിധ മോഡ്സ് ആണ്. ആകെ ഓർഡർ മാത്രമേ ഉള്ളൂ ഹെൻറി ഫയോളിന്റെ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡർ ആണ് അതിന്റെ ആൻസർ. ഓർഡർ ഹെൻറി ഫയോളിന്റെ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. ബാക്കിയെല്ലാം കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ആണ്. അതുകൊണ്ട് ഓർഡർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പം 9th വണ്ണിന്റെ ആൻസർ എ, ഓർഡർ ആണ് ആൻസർ വരിക. 10th one, read the following statements related to an established hospital in Ernakulam. First one, mobile phones are strictly prohibited in the operation theatre. Second, we use sterilized syringes only. അപ്പം എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിന്റെ റൂൾസ്, ഒരു ഹോസ്പിറ്റലിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതെല്ലാം. ഒന്നാമത്തത്, മൊബൈൽ ഫോൺസ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, വി യൂസ് സ്റ്റെറിലൈസ്ഡ് സിറിഞ്ചസ് ഓൺലി. അവര് സ്റ്റെറിലൈസ്ഡ് സിറിഞ്ചസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ആക്ഷൻ പ്ലാൻസ് ഇൻ ഈച്ച് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഓരോന്നിലും ഉപയോഗിച്ചിരിക്കുന്ന ആക്ഷൻ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നാണ്. ആദ്യത്തേതിൽ എന്തായിരിക്കും? മൊബൈൽ ഫോൺസ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺസ് കയറ്റാൻ പാടില്ല. ഇതെന്തായിരിക്കും? റൂൾ ആയിരിക്കും. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതൊരു റൂളാണ്. അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ റൂളാണ് മൊബൈൽ ഫോൺസ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തത്, വി യൂസ് സ്റ്റെറിലൈസ്ഡ് സിറിഞ്ചസ് ഓൺലി. അവർ സ്റ്റെറിലൈസ് ചെയ്ത സിറിഞ്ചസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നത് എന്തായിരിക്കും? ആ കമ്പനിയുടെ ഒരു പോളിസിയാണ്. സ്റ്റെറിലൈസ്ഡ് സിറിഞ്ചസ് മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത്. അതൊരു പോളിസിയാണ് ആ കമ്പനിയുടെ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എയുടെ ആൻസർ റൂളും ഓപ്ഷൻ ബിയുടെ ആൻസർ പോളിസി. ഇനി 11th one. 11th, these are plans formulated for repeated use. ഈ പ്ലാൻസ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ, നിരന്തരമായിട്ട് ആവർത്തിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തത്, ദീസ് ആർ പ്ലാൻസ് മെയ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് നോൺ റെക്കറിംഗ് പ്രോബ്ലംസ്. അപ്പൊ റെക്കർ ചെയ്യാത്ത എന്ന് വെച്ചാൽ വീണ്ടും ആവർത്തിക്കാത്ത പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻസ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് സിറ്റുവേഷൻസ് തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ നെയിംസ് ഓഫ് ദീസ് പ്ലാൻസ്. ഇത് ഏതൊക്കെ പ്ലാൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എ എന്തായിരിക്കും? ദീസ് ആർ പ്ലാൻസ് ഫോർമുലേറ്റഡ് ഫോർ റിപ്പീറ്റഡ് യൂസ്. വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും ഇത്. യെസ്, അതിന്റെ ആൻസർ ആണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും പല പല സിറ്റുവേഷനിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുക. അപ്പം അതിന്റെ ആൻസർ സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആയിരിക്കും. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻസ് ഓഫ് സിമിലർ നേച്ചർ. ഒരേ നേച്ചറിലുള്ള പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. അപ്പം 11A ആൻസർ സ്റ്റാൻഡിംഗ് പ്ലാൻസ്. ബിയുടെ ആൻസർ, ദീസ് ആർ പ്ലാൻസ് മെയ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് നോൺ റെക്കറിംഗ് പ്രോബ്ലംസ്. പിന്നീട് ആവർത്തിക്കത്തില്ലാത്ത പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ ആൻസർ സിംഗിൾ യൂസ് പ്ലാൻസ് ആണ്. കാരണം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാനുള്ളതാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോൺ റെക്കറിംഗ് പ്രോബ്ലംസിന് മാത്രമേ സിംഗിൾ യൂസ് പ്ലാൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം 11A ആൻസർ സ്റ്റാൻഡിംഗ് പ്ലാൻസ്, 11Bയുടെ ആൻസർ സിംഗിൾ യൂസ് പ്ലാൻസ്. ഇനി അടുത്ത 12th. Planning is certainly important as it tells us where to go, it provides direction and reduces the risk of uncertainty. Briefly explain the importance of planning in the light of the above statement. ആദ്യം നമ്മൾ തന്നേക്കുവാണ് planning is certainly important as it tells where to go, provides direction, reduces risk of uncertainty. അപ്പം അതിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് provides direction പ്രൊവൈഡ് ചെയ്യും എന്ന് തന്നിട്ടുണ്ട്. അത് റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി കുറയ്ക്കും എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട് അല്ലെ.
ലൈക്ക് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. പ്രൊവൈഡ്സ് ഡയറക്ഷൻ, planning reduces the risk of uncertainty, planning reduces overlapping and wasteful activities, planning facilitates decision making, planning promotes innovation. ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തന്നിട്ടുണ്ട് പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഡയറക്ഷൻ തരുന്നു, റിസ്ക് ഓഫ് അൺസർട്ടനിറ്റിയുടെ റിസ്ക്കും കുറയ്ക്കാനും സഹായിക്കുന്നു എന്ന് തന്നിട്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ പ്രൊവൈഡ്സ് ഡയറക്ഷനും റെഡ്യൂസസ് റിസ്ക് ഓഫ് അൺസർട്ടനിറ്റീസ് എന്നും ഒക്കെയുള്ള ആ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്തൊക്കെയാണെന്ന് സ്റ്റേറ്റ് ചെയ്താൽ അതിന് ആൻസർ കിട്ടും, അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ് ആ 12th ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്താണെന്നാണ്. 13th one, the basic material upon which plans are drawn is known as. The basic material upon which the plans are drawn are known as. ആൻസർ ആരെങ്കിലും പറയുമോ? The basic material upon which plans are drawn is known as. Basic material upon which assumption. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ആൻസർ അസംഷൻ ആണ്. The basic material upon which plans are drawn is known as assumption. അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ആൻസർ അസംഷൻ ആണ്. 14th question, a statement of expected results expressed in numerical terms is known as budget, policy, program, strategy. Numerical terms ൽ expected results കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താണ്? പോളിസി ആണോ, പ്രോഗ്രാം ആണോ, ബഡ്ജറ്റ് ആണോ, സ്ട്രാറ്റജി ആണോ? ബഡ്ജറ്റ് ആണ് ആൻസർ. ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പെക്ടഡ് റിസൾട്ട്സ് കൊടുക്കുന്നത് ബഡ്ജറ്റ് ആണ്. ഇപ്പൊ ന്യൂമറിക്കൽ ടേംസ് എന്നൊക്കെ കണ്ടാൽ തന്നെ അപ്പൊ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിന്റെ ആൻസർ ബഡ്ജറ്റ് ആണ്. 15th question, briefly explain the various limitations of planning the business managers need to overcome. അപ്പം ഇതിൽ പറയുന്നത് ബിസിനസ് മാനേജേഴ്സ് ഓവർകം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതിനെ തരണം ചെയ്ത് വരേണ്ട ഏതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എഴുതേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്താണെന്നായിരിക്കും ഇതിന്റെ ആൻസറിൽ എഴുതേണ്ടത്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 6 15th ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. 16th ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ വിത്ത് എക്സാമ്പിൾസ്. ഇപ്പൊ സിംഗിൾ യൂസ് പ്ലാൻസ് എന്താണ്, സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്താണ്, അതിന് ഓരോ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ സിംഗിൾ യൂസ് പ്ലാനിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് സിംഗിൾ യൂസ് പ്ലാനിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സിംഗിൾ യൂസ് പ്ലാൻസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സിംഗിൾ യൂസ് പ്ലാൻ എക്സാമ്പിൾ കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ അത് സിംഗിൾ യൂസ് പ്ലാൻ ബഡ്ജറ്റ്സും പ്രോഗ്രാംസും ആണ് സിംഗിൾ യൂസ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ ഷോപ്പിംഗ് മാളെന്നോ, അഥവാ ഇപ്പം ഒരു സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ആനുവൽ ഡേ സെലിബ്രേഷന്റെ പ്രോഗ്രാം എന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഒരു പ്രോഗ്രാം എന്താണോ അത് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ബഡ്ജറ്റും പ്രോഗ്രാംസും സിംഗിൾ യൂസ് പ്ലാനിൽ തന്നെയാണ്. അത് സിംഗിൾ യൂസ് പ്ലാൻ ഇൻക്ലൂഡ്സ് ബഡ്ജറ്റ്സ് ആൻഡ് പ്രോഗ്രാംസ്. പക്ഷെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആ പ്രോഗ്രാം എന്തെങ്കിലും ഒരു പ്രോഗ്രാം എഴുതി വെക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് എ ഷോപ്പിംഗ് മാൾ അഥവാ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എന്താണോ അത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കൂടുതലും നല്ലത്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മീൻസ് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്ലാൻ എഴുതി വെക്കുക. ഇപ്പം ഒരു പ്രൊസീജിയർ ആയിട്ടോ, ലൈക്ക് ഒരു പ്രൊസീജിയർ ഇപ്പം എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ഫിസിക്സ് ലാബിൽ എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ പിന്നെയും അതേ പ്രൊസീജിയറിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ സ്റ്റാൻഡിംഗ് പ്ലാനിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാൻസും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് നമുക്ക് എഴുതാൻ പറ്റും. സിംഗിൾ യൂസ് പ്ലാൻസ് ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാൻഡിംഗ് പ്ലാൻസ് പലതവണ യൂസ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, മീൻസ് ആവർത്തിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സിംഗിൾ യൂസ് പ്ലാൻസ്, സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആവർത്തിച്ച് ഉപയോഗിക്കാൻ പറ്റും.
സിംഗിൾ യൂസ് പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോഗ്രാംസും ബഡ്ജറ്റ്സും ആണ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് റൂൾസ്, പോളിസി, പ്രൊസീജിയർ ഇതൊക്കെയാണ്. മെത്തേഡ് ഇതൊക്കെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റും. അടുത്ത 17th ക്വസ്റ്റിൽ പറയുന്നത് പ്ലാനിംഗ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. കമന്റ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഇല്ലുസ്ട്രേറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ഇൻ മാനേജ്മെന്റ്. അപ്പം പ്ലാനിംഗ് ഫസ്റ്റ് സ്റ്റെപ്സ് ടു സക്സസ് ആണ്. സക്സസിലേക്ക്, വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് പ്ലാനിംഗ്. ഇതിന്റെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ വെളിച്ചത്തില് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് എന്താണെന്ന് എഴുതാനായിരിക്കും ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് നമ്മൾ 6 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റ് 6 എഴുതി വെച്ചാൽ അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ചാപ്റ്ററിൽ നിന്ന്